ബി.ജെ.പി. നേതാവായ അധ്യാപകൻ കെ പത്മരാജൻ പ്രതിയായ പാലത്തായി പീഡനക്കേസിൽ തലശ്ശേരി പോക്സോ പ്രത്യേക കോടതി ഇന്ന് ശിക്ഷ വിധിക്കും. 4ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ സ്കൂൾ ശുചിമുറിയിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നായിരുന്നു കേസ്. ബലാത്സംഗം, പോക്സോ വിവിധ വകുപ്പുകൾ പ്രകാരം പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി ഇന്നലെ വിധിച്ചിരുന്നു. സന്തോഷം വിവരങ്ങളുമായി ചേരുകയാണ്. സന്തോഷ്, ഇരുപക്ഷത്തുമുള്ള വർഗീയവാദികൾ നിരവധി മുതലെടുപ്പുകൾക്ക് ശ്രമിച്ച ഒരു കേസാണ്. പക്ഷേ ഇതാ സർക്കാരും പോലീസും പ്രോസിക്യൂഷനും കുട്ടിക്ക് നീതി വാങ്ങി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇന്ന് ആ ശിക്ഷാവിധി അറിയാം എന്താണെന്ന്, അല്ലേ? തീർച്ചയായും അജിംഷാദ്, വളരെ കേരളം ചർച്ച ചെയ്ത പ്രമാദമായ കേസാണ് പാലത്തായി കേസ് എന്ന് പറയുന്നത്. ബി.ജെ.പിയുടെ നേതാവായ അധ്യാപകൻ, ബി.ജെ.പിയുടെ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള അധ്യാപകൻ സ്വന്തം സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ ശുചിമുറിയിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നാണ് കേസ്. 2020 ജനുവരിക്കും ഫെബ്രുവരിക്കും ഇടയിൽ 3 പ്രാവശ്യം ഇത്തരത്തിൽ കുട്ടി പീഡനത്തിന് ഇരയായിട്ടുണ്ട്. ഈ കുട്ടിയുടെ അമ്മ നൽകിയിട്ടുള്ള പരാതിയിലാണ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയും ഏതായാലും അന്വേഷണം പൂർത്തിയാക്കി കൃത്യമായിട്ടുള്ള തെളിവുകൾ ഹാജരാക്കാൻ പോലീസിന് കഴിഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിലാണ് തലശ്ശേരി പ്രത്യേക പോക്സോ കോടതി ഇന്നലെ പ്രതി കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയത്. ബലാത്സംഗം, അതുകൂടാതെ പോക്സോ വിവിധ വകുപ്പുകൾ ഉൾപ്പെടെ ഉള്ള കുറ്റങ്ങൾ തെളിഞ്ഞു എന്നാണ് കോടതി ഇന്നലെ വ്യക്തമാക്കിയത്. ഇന്ന് പ്രതി പത്മരാജനുള്ള ശിക്ഷ വിധിക്കും. രാവിലെ 11 മണിക്കാണ് കോടതി പ്രതിക്കുള്ള ശിക്ഷ വിധിക്കുന്നത്. അതായത് ഈ ഒരു കേസ് അജിംഷാദ് പറഞ്ഞതുപോലെ തന്നെ വലിയ രാഷ്ട്രീയ വിവാദവുമായിരുന്നു. ഈ കേസിൽ സംസ്ഥാന സർക്കാരിനെതിരെയും അതോടൊപ്പം തന്നെ CPIഎമ്മിനെതിരെയും എല്ലാം തന്നെ വലിയ പ്രചരണം ഈ വർഗീയ സംഘടനകൾ നടത്തിയിരുന്നു. പ്രത്യേകിച്ചും SDPI, അതോടൊപ്പം തന്നെ ഈ RSSഉം ഒരു ഭാഗത്ത് SDPI ഉൾപ്പെടെയുള്ളവരുടെ പ്രചരണം ഈ കാര്യത്തിൽ ശരിയായ രീതിയിലുള്ള അന്വേഷണം സർക്കാർ നടത്തിയിട്ടില്ല, പ്രതിയെ രക്ഷിക്കാനാണ് ശ്രമിക്കുന്നത് എന്നുള്ള ആരോപണമായിരുന്നു ഉന്നയിച്ചിരുന്നത്. മാത്രമല്ല CPIഎമ്മിന്റെ നേതാവായിരുന്ന P. ജയരാജനൊപ്പം ഈ പ്രതി നിൽക്കുന്ന ഒരു ഫോട്ടോ മോർഫ് ചെയ്ത് വ്യാപകമായി പ്രചരിപ്പിക്കുന്ന തരത്തിലുള്ള വ്യാജ പ്രചരണവും നടത്തി. കൂത്തുപറമ്പ് MLA കൂടിയായ KK ശൈലജ ടീച്ചർക്കെതിരെ വ്യാപകമായിട്ടുള്ള പ്രചരണം നടത്തി. അന്ന് തന്നെ CPIഎം നേതൃത്വവും സർക്കാർ വൃത്തങ്ങളും ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നു: ഒരു കുറ്റവാളിയും രക്ഷപ്പെടില്ല, കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടും, ആ രീതിയിലുള്ള അന്വേഷണം ഉണ്ടാകും എന്ന് വ്യക്തമാക്കിയിരുന്നു. ഏതായാലും വളരെ കൃത്യമായ ശാസ്ത്രീയ തെളിവുകൾ ഉൾപ്പെടെ കോടതിയിൽ ഹാജരാക്കാൻ പോലീസിന് സാധിച്ചു. അതുകൊണ്ട് തന്നെയാണ് പാലത്തായിലെ പെൺകുട്ടിക്ക് നീതി കിട്ടിയത്. ഇന്നലെ പ്രതി കുറ്റക്കാരനാണ് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഏതായാലും എന്തായാലും ശിക്ഷാവിധി, ആ നരാധവന്റെ ശിക്ഷാവിധി എന്ത് എന്ന് നമുക്ക് ഇന്നറിയാം. ബി.ജെ.പി. നേതാവായ അധ്യാപകന്റെ. സന്തോഷമാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകിയത്.